പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാം നല്ല വിശേഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ. എന്താ വെച്ചാൽ നമ്മളിന്ന് എന്താ വെച്ചാൽ അമ്മേൻ്റെ അച്ഛൻ്റെ ഫോട്ടോ, അതുപോലെ അമ്മേൻ്റെ അമ്മ രണ്ടുപേരെ ഫോട്ടോ അത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ അമ്മയൊക്കെ കളിച്ചു വളർന്ന ആ ഒരു തറവാട് വീടിൻ്റെ അടുത്ത്, ചെമ്മാടാണ് സ്ഥലം, അടുത്തുള്ള ഒരു വളരെ നല്ല ഒരു കാഴ്ച ഉള്ള ഒരു വയലുണ്ട്. അപ്പോൾ അത് ആ ഒരു ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വീട്ടിലത്തെ ഉച്ചഭക്ഷണമാണ്. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഉച്ചഭക്ഷണം കൂടിയാണ്. കപ്പ വേവിച്ച് പൊടിച്ചതും ചിക്കൻ കറിയാണ്. അത് നമ്മൾ നല്ല കൊടുവണ്ണീൻ്റെ ഇലയിലാണ് കഴിക്കുന്നത്. ഇന്നൊരു വെറൈറ്റി ഉച്ചഭക്ഷണമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെ അമ്മയുടെയും ഫോട്ടോ ആണിത്. ഇതാണ് ചെമ്മാട് മാനിയപ്പാടം എന്ന് പറയുന്ന സ്ഥലം. ഇത് അമ്മയൊക്കെ കളിച്ചു വളർന്ന സ്ഥലമാണിത്. ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന വയലാണ്. ഈ വയൽ പോലെ തന്നെ ഇവിടെ അന്ന് പോലൊക്കെ എങ്ങനെയാണ് ഇത്ര. അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്തും ഇവിടെയൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട്. അന്ന് ക്രിക്കറ്റ് കളി, ഫുട്ബോൾ എന്നൊക്കെ. ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞ ചെറിയ ചെറിയ ഓരോ വെള്ളം നിൽക്കുന്ന, അതിൽ മീനൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കുഴികളുണ്ടാവും. നമ്മൾ പാടത്തുണ്ടല്ലോ ഓരോ കുഴികൾ. പിന്നെ അങ്ങ് ദൂരെയൊക്കെ ഇതിലൊക്കെ അവരൊക്കെ ആ കാലത്ത് തന്നെ ഇതിലൊക്കെ ഒരുപാട് കളിച്ചു നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലമാണിത്. നമ്മൾ ഇപ്പം ആ ഒരു വിശേഷങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വീട്ടിൽ നിന്ന് ചിക്കൻ കറി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി വീട്ടിലത്തെ ദൃശ്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്നത് 3/4 കിലോ ഇറച്ചിയുണ്ട്. സാധാരണ 1/2 കിലോനാണ് വാങ്ങൽ. ഇന്ന് കുറച്ചധികം വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ കഷ്ണങ്ങളാക്കി, ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നാണ്. പിന്നെ ലിവർ അത് ഞാനൊന്ന് കഷ്ണാക്കട്ടെ, ചെറിയ കഷ്ണാക്കുന്നുണ്ട്, മുറിച്ചിട്ടെ. പിന്നെ ഇപ്പോൾ അതിലേക്കുള്ള ചേരുവകൾ നമുക്കിന്ന് വളരെ സ്പെഷ്യലായിട്ട് ചിക്കൻ കറിയാണ് ഉച്ചഭക്ഷണത്തിന്. കിഴങ്ങ്, ഉള്ളി, തക്കാളി, പിന്നെ നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെ സാധാരണ ചേരുവകളിനെ ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു ഒക്കെ ഒന്ന് നുറുക്കിയെടുക്കാം. അപ്പം ഞങ്ങൾ വഴറ്റാതെയാണ് കറി ഉണ്ടാക്കൽ. അത് ശീലമായി. എനിക്കും പൊതുവേ അങ്ങനെയാണ് ഇഷ്ടം. വഴറ്റുന്നത് അങ്ങനെ വലിയൊരു ഇഷ്ടമില്ല, പ്രത്യേകിച്ച് ചിക്കൻ കറിയൊക്കെ. അപ്പോൾ എണ്ണ പൊതുവെ കുറയ്ക്കാൻ പറ്റും. അവസാനം നമ്മൾ ഉള്ളി അരിഞ്ഞ് വറുത്തിടുക ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാം കൂടി ചേർത്ത് വേവിച്ച്, ആദ്യമൊക്കെ ഞങ്ങൾ വീട്ടിൽ അങ്ങനെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പിന്നൊക്കെയാണ് ഈ വഴറ്റിലൊക്കെ തുടങ്ങിയത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് അങ്ങനെ നുറുക്കിയെടുക്കാം. നമ്മൾ മൺചട്ടിയിൽ, ഈ ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നേരെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് നമ്മൾ സാധാരണ സാമ്പാറൊക്കെ വയ്ക്കുന്ന പോലെ, മറ്റ് മസാലക്കറികളൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ വഴറ്റുന്നില്ലല്ലോ. പിന്നെ ആണ് ഉള്ളിയൊക്കെ അരിഞ്ഞ് വറുത്തിരുന്നല്ലോ. അപ്പോൾ ആ കഷ്ണവും ചിക്കൻ്റെ കഷ്ണവും ചേർക്കാം. ഇത് പിന്നെ വേണമെങ്കിൽ ഒരു മസാലയിലൊക്കെ പുരട്ടി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടാലും മതി. ഇത് നമ്മൾ പുതിയ ഒരു ഇത് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ചമ്മന്തി ഇതൊക്കെ ചതച്ചെടുക്കണേ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാൻ പറ്റിയ ചെറിയ ഉരൽ എന്ന് വേണമെങ്കിൽ പറയാം. വലിയ ഉരലാണല്ലോ അതിൻ്റെ ചെറുത്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാൻ വേണ്ടിയിട്ട് കല്ലിൻ്റെ തന്നെ അതൊന്ന് വാങ്ങി. ഇതിനൊക്കെ നമ്മൾ പുതിയത് വാങ്ങി നല്ല പോലെ മയക്കിയെടുത്തതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് ചതച്ചത് നേരെ നമുക്ക് ചേർക്കാം.
പിന്നെ കറി വയ്ക്കുന്നതിലേക്ക് മുളക് പൊടി, ഇതൊക്കെ നമ്മൾ വീട്ടിൽ പൊടിച്ച തന്നെയാണ്. മുളക് വാങ്ങി പൊടിച്ചതാണ്. മല്ലിപ്പൊടി എല്ലാം അങ്ങനെ തന്നെയാണ്. മഞ്ഞൾപ്പൊടി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഗരം മസാല ഉണ്ട്, അത് ചേർക്കാം. ഉപ്പ്. അപ്പോൾ അത് നമ്മൾ അടുപ്പത്ത് വെച്ച് കുറച്ച് വെള്ളത്തിൽ നമ്മൾ കറി പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ അത് വേവിച്ചെടുക്കുകയാണ്. അടച്ചു വെച്ച് അങ്ങനെ വേവിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് വറുത്തിടാനുള്ളതാണ്. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ട്, അരിഞ്ഞിടാം. ഇതിപ്പോൾ ഏകദേശമൊക്കെ വെന്തിങ്ങനെ വരുന്നുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, കറിയോട് കൂടി തന്നെ ആവണിച്ചിട്ടാണ്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നല്ല പോലെ വീണ്ടും വേവിച്ചെടുത്ത് ഇപ്പോൾ അത്യാവശ്യം വറ്റി വരുന്നുണ്ട്. നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ വേവൊക്കെ പാകമാണ്. എല്ലാ കഷ്ണങ്ങളും എല്ലാം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഏറെക്കുറെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വഴറ്റി ചേർക്കാം. വെളിച്ചെണ്ണ അവസാനം നമ്മൾ ചേർക്കുക ചെയ്യുന്നത്. സാധാരണ സാമ്പാറിലൊക്കെ വറുത്തിടുന്ന പോലെ തന്നെ, മറ്റു കറികളിലൊക്കെ വറുത്തിടുമല്ലോ അതേപോലെ. അതിവിടെ റെഡിയായി. നമുക്ക് ഇനി കപ്പ 1 കിലോ കപ്പയാണ് വാങ്ങിയത് ഞങ്ങൾ. ഇത് രണ്ടും കൂടി 1 കിലോ ഉണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് ആവുകൊണ്ട് അത്യാവശ്യം കഴിക്കുമല്ലോ. ഇപ്പോൾ വൈകിട്ടൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ അല്ലേ കഴിക്കുള്ളൂ. ഇതിപ്പോൾ ഉച്ചയ്ക്ക് അത്യാവശ്യം കഴിക്കും, അതുകൊണ്ട് ഇത് വേണം. പിന്നെ കുറച്ചൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. പിന്നെ 4 മണിക്കോ ഒക്കെ കഴിക്കാം വൈകിട്ട്. ആ ചിക്കൻ്റെ കറിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും കൂട്ടി കഴിക്കാം ബാക്കി ഉണ്ടെങ്കിൽ. ഏതായാലും അത് നമുക്ക് ഇതൊക്കെ നല്ല വേവുണ കപ്പ തന്നെ ആയിരിക്കും. വലിയ കിഴങ്ങ് തന്നെയാണ്. ഇപ്പം നമുക്ക് ചോറിന് പകരം എങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു, ഒരു സ്പെഷ്യല്. അപ്പോൾ അത് ഒക്കെ നമുക്ക് ചെറുതാക്കി ഇട്ട് കൊടുക്കാം. അത് നമ്മൾ നല്ല പോലെ സാധാരണ പുഴുങ്ങുന്ന പോലെ തന്നെ ഒക്കെ വേവിച്ചെടുത്തു. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞു, ഉപ്പിട്ട് വേവിച്ചതാണ്. കണ്ടോ, നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് അതൊന്ന് നന്നാക്കി നമുക്ക് പൊടിച്ചെടുക്കുന്ന പോലെ ഉണ്ടാക്കണം. ഇനിയിപ്പോൾ അല്ലാണ്ട് ഉടച്ചെടുക്കട്ടെ. ഹോട്ടലുകളിലൊക്കെ അതേപോലെ ഇങ്ങനെ പൊടിച്ച് തന്നെ കിട്ടലുണ്ട്. അതിലേക്ക് ചിക്കൻ കറിയോ മീൻ കറിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ. ഒക്കെ പൊടിച്ചിവിടെ റെഡിയാക്കി വെച്ചു. ആ ഇല മതി, വലിയ ഇലയാണ്. മതില്ലേ? നിങ്ങൾക്ക് കഴിക്കാൻ മതി. അപ്പോൾ നമ്മൾ പൊടുവണ്ണീൻ്റെ ഇല നല്ല വലിയ ഇലയാണ്. അപ്പോൾ അത് 2 എണ്ണം കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ഇത് കണ്ടില്ലേ, ഏകദേശം നമ്മൾ ആ പാത്രത്തിൻ്റെ അത്ര തന്നെ വലിപ്പമുണ്ട്. ആ പാത്രത്തിൻ്റെ മുകളിൽ നിന്ന് വെച്ചു കൊടുത്താണ്. അത്ര തന്നെ വലിപ്പമുണ്ട്, വലിയൊരു പാത്രത്തിൻ്റെ വലിപ്പം. ഒക്കെ കഴുകിയെടുത്തു. ഇതിലാണ് കഴിക്കുന്നത്. പിന്നെ ഇപ്പോൾ അമ്മയ്ക്ക് ചിക്കൻ കറി കൊടുക്കാം. കുറഞ്ഞൊരു വെള്ളത്തോട് കൂടി ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു കപ്പയ്ക്കൊക്കെ കഴിക്കാൻ അതിൻ്റെ ആ ഒരു വെള്ളം രസമാണ്. മസാല കറി ആണ് അങ്ങനെ ഉണ്ടാക്കിയത്. എന്നാൽ തന്നെ കഴിക്കാൻ നേരത്തെ കുറേയൊക്കെ പറ്റിയിട്ടുണ്ട്. ഇന്നത് ഇതന്നെയാണ് പ്രധാനം. നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണിത്. ഉച്ചയ്ക്കും അതെ കഴിക്കാൻ പറ്റിയത് തന്നെയാണ്. പിന്നിപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ പഴങ്ങൾ ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഉച്ചഭക്ഷണം. നല്ല സ്പെഷ്യൽ ഉച്ചഭക്ഷണം, നല്ല അടിപൊളി ഭക്ഷണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.